അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പൂർണ്ണമായും പൊളിയുന്നു. ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട 14 സമാധാന കരാർ വ്യാജമാണെന്ന് ആരോപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയതോടെ പശ്ചിമേഷ്യ വീണ്ടും കടുത്ത യുദ്ധഭീതിയിലായിരിക്കുകയാണ്. ഇതിനിടയിൽ സ്വന്തം നാവികസേന നടത്തിയ കൊലപാതകങ്ങൾ മറച്ചുവെക്കാനും തങ്ങളുടെ നുണക്കഥകൾക്ക് ബലം നൽകാനും ഇന്ത്യയുടെ പേര് വീണ്ടും വലിച്ചിഴക്കുകയാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയായെന്ന് അവകാശപ്പെട്ട ഇറാനിയൻ വാർത്താ ഏജൻസിയായിട്ടുള്ള മെഹർ പുറത്തുവിട്ട 14 കരട് രേഖയാണ് ട്രംപ് ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഇറാൻ നേതൃത്വം വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നും അവരുമായി സമാധാന ചർച്ചകൾ സാധ്യമല്ലെന്നുമാണ് ട്രംപിന്റെ പുതിയ നിലപാട്. ലബനൻ ഉൾപ്പെടെയുള്ള എല്ലാ യുദ്ധമുഖങ്ങളിലും വെടിനിർത്തൽ പ്രഖ്യാപിക്കുക, മേഖലയിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കുക, 30 ദിവസത്തിനകം അമേരിക്കൻ നാവിക ഉപരോധം പിൻവലിക്കുക തുടങ്ങിയ വ്യവസ്ഥകളായിരുന്നു ഇറാൻ പുറത്തുവിട്ട ഈ രേഖയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിന് സത്യവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്. ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന ക്രൂരമായിട്ടുള്ള നാവിക ഉപരോധം പരാജയപ്പെട്ടതിന് തെളിവാണ് ഈ പുതിയ പ്രതിസന്ധി. സമാധാന ചർച്ചകളിൽ തങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട് അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഈ രേഖ അംഗീകരിച്ചാൽ ട്രംപ് രാജ്യത്തിനകത്ത് ദുർബലനാകും. തള്ളിക്കളഞ്ഞാൽ സമാധാനം തകർത്തതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ട്രംപിനാകും. ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയാണ് ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യൻ നാവികർ ഉണ്ടായിരുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന യാതൊരു തെളിവുമില്ലാത്ത കള്ളം ട്രംപ് പടച്ചുവിടുന്നത്. ജൂൺ 10 സെറ്റബെല്ലോ എന്ന വിദേശ വാണിജ്യ കപ്പലിലുണ്ടായിരുന്ന 3 ഇന്ത്യക്കാരെ അമേരിക്കൻ നാവികസേന കൊലപ്പെടുത്തിയെന്ന സത്യം മറച്ചുവെക്കാനാണ് ട്രംപിന്റെ ഈ ഒരു നാടകം. ഇവിടെയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ഭൗമരാഷ്ട്രീയ കുതന്ത്രം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇന്ത്യക്കാരെ കൊലപ്പെടുത്തിയ അതേ അമേരിക്ക ഇപ്പോൾ ആ മരണങ്ങളെ ഉപയോഗിച്ച് ഇന്ത്യയെ ഇറാനെതിരെയുള്ള തങ്ങളുടെ പോരാട്ടത്തിൽ പങ്കാളിയാക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഭാരതം ഇത് കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. അമേരിക്കൻ പ്രതിനിധി ജേസൺ മീക്സിനെ വിളിച്ചു വരുത്തി ഇന്ത്യ നൽകിയ താക്കീത് ഇതിന്റെ തെളിവാണ്. 30 ദിവസത്തിനകം ഉപരോധം പിൻവലിക്കില്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയതോടെ ഗൾഫ് ഓഫ് ഒമാനിൽ ഇനി കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അമേരിക്കൻ മിസൈലുകളിൽ നിന്ന് സ്വന്തം പൗരന്മാരെ രക്ഷിക്കാൻ ഇന്ത്യൻ നാവികസേനയെ നേരിട്ട് രംഗത്തിറക്കാൻ വരെ ഭാരതം വരും ദിവസങ്ങളിൽ തയ്യാറായിരിക്കും.